ഇപ്പോ നമ്മുടെ കേരളം ഒരു വലിയ രോഗാതുരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിലുള്ള ഈ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഹോസ്പിറ്റലുകളെല്ലാം ഒരു ഒന്ന് രണ്ട് അമേരിക്കൻ കമ്പനികൾ അവര് അതിന്റെ കംപ്ലീറ്റ് ഷെയറുകളും വാങ്ങി അവരുടെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതുകൊണ്ട് ഈ നമുക്ക് പെട്ടെന്ന് ഈ സാധനം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ മീഡിയ ഒന്നും ഈ വക സാധനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചോദ്യം വരും, എന്തിനാണ് ഇവരിതിങ്ങനെ വാങ്ങിക്കുന്നത്? ഇപ്പൊ ഇതിന് മാത്രമുള്ള പ്രോഫിറ്റ് ഇതിനകത്ത് നിന്നുണ്ടോ എന്നുള്ളതൊക്കെ. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുന്നത് ലോകത്തിലെ വൻകിട കമ്പനികൾ എന്ന് പറയാവുന്ന ഒരു രണ്ട് കമ്പനികളാണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക് റോക്ക്, രണ്ടാമത്തത് KKR. ഇങ്ങനെയുള്ള രണ്ട് കമ്പനികളാണ് ഈ ഷെയറുകൾ മൊത്തം വാങ്ങിക്കുന്നത്. ഇവരുടെ ആസ്ഥാനം അമേരിക്കയാണ്. പക്ഷെ ഇപ്പൊ ബ്ലാക്ക് റോക്കിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അമേരിക്കൻ ഹോസ്പിറ്റലുകളൊന്നുമില്ല. അവരവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ സംവിധാനങ്ങൾ, അതായത് മെഡിസിനുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ലാബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആണ് അവരുടെ ബിസിനസ്സുകൾ നടത്തുന്നത്. പക്ഷെ ഇനി നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ബ്ലാക്ക് റോക്കിന്റെ ഒക്കെ അവരുടെയൊക്കെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ അവരുടെ വലിപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇപ്പോ ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ് നടത്തുന്നത് ഇപ്പോ അദാനിയോ അല്ലെങ്കിൽ അംബാനിയോ പോലെയുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഏകദേശം ഒരു 10,000 അംബാനി കൂടിയാൽ എത്ര വലിപ്പം ഉണ്ടാവും, അത്ര വലിപ്പമുള്ളവരാണ് ഈ ബ്ലാക്ക് റോക്കും ഈ KKR എന്നൊക്കെ പറയുന്നവര്. ഇവര് ഈ നമ്മുടെ ഹോസ്പിറ്റലുകൾ, അതായത് ഇപ്പോ നമുക്കറിയാവുന്ന ഇപ്പോ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല്, മൈത്രി ഹോസ്പിറ്റല്, ഈ ഹോസ്പിറ്റലൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളാണ്. കാരണം വിശ്വസിച്ച് ആൾക്കാർ വന്ന് അവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ട് ഹോസ്പിറ്റലുകളാണ്. അങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് ഈ വലിയ വൻകിട കുത്തക കമ്പനികൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോ നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെയുള്ള അതേ സ്റ്റാൻഡേർഡുകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഈ സർവീസ്, അതായത് ഇപ്പോ നമുക്കിപ്പോ ആതുര സേവനം എന്ന് പറയുമ്പോഴും അത് ശരിക്ക് സർവീസ് ആണോ എന്ന് ചോദിച്ചാൽ സർവീസ് ആണ്. പക്ഷെ അതിനകത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ മനുഷ്യനാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റിയിട്ട് ഇനി ഇതും ഒരു ഏറ്റവും നല്ലൊരു ബിസിനസ് ആണ്. അപ്പോൾ ഒരു അപകടം പറ്റി ഒരു മനുഷ്യൻ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നിന്ന് കിട്ടാവുന്നതെല്ലാം വലിച്ചു ചുറ്റി എടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഈ ബ്ലാക്ക് റോക്ക് പോലെയുള്ള കമ്പനികൾ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾക്ക് ഏറ്റെടുക്കുമ്പോൾ അതുകൊണ്ടാകുന്ന ബെനിഫിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. അതായത് ലോകോത്തര നിലവാരമുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഇവിടെ വരും. പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റൽ ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുവഴിക്ക് നമുക്ക് കുറേയേറെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് പുതിയ ജോലികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വരുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോ യൂറോപ്പിലോ അല്ലെങ്കിൽ അവിടെ അമേരിക്കയിലോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഈ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ട്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാവരും പെടും. അവിടെ ഇപ്പൊ കോവിഡ് വന്നപ്പോ ഇന്ത്യയിൽ ഇന്ത്യ ഒരു ഏകദേശം, അതായത് അന്ന് നമ്മുടെ കണക്ക് പ്രകാരം ആണെങ്കിൽ 8-9 കോടിയോളം മനുഷ്യർക്ക് അമേരിക്കയില് ഈ പ്രാഥമികമായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൽ ഏകദേശം 4-4.5 കോടിയോളം മനുഷ്യർ അമേരിക്കയിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും മീഡിയ ഇതൊന്നും കാണുകയില്ല, റിപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അവർക്ക് ആ ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭീമന്മാരുടെ ഈ വലിയ വലിയ കളികൾ നമുക്ക് മനസ്സിലാവും. കാരണം പ്രീമിയം അത്ര ഹയർ റേഞ്ചിലാണ്. അല്ലാതെ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ ക്ലെയിം ഇല്ലാതെ നമുക്ക് അവിടെയുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കൊരു ചികിത്സ കിട്ടില്ല. പിന്നെ ഇപ്പൊ അമേരിക്ക വളരെ നല്ലതാണ്, ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് വളരെ നല്ലതാണ് എന്ന് ഇവിടെ ഇരുന്ന് പറയുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. പക്ഷെ ഇവരാരെങ്കിലും ഒരാള് ഇപ്പോ UK-യിലോ അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലോ ഒക്കെ പോയിട്ട് അവിടെയുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ ഒരു സ്കിന്നിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഇതൊന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു ഡോക്ടർക്ക്
ഡോക്ടറെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഏകദേശം 8 മാസത്തോളാണ്. 8 മാസം കൊണ്ടാണ് അവർക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റിയത്. ഇതേ കണ്ടീഷനിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ രാവിലെ ഒരു തലവേദന വന്നു. അപ്പൊ നമ്മൾ ആലോചിക്കും, നമുക്ക് നന്നായിട്ട് തലവേദനയുണ്ട്, എനിക്ക് ഇന്നൊരു ന്യൂറോളജിസ്റ്റിനെ കാണണം, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് പരിഹരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, നമുക്ക് എത്രയോ 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 ഹോസ്പിറ്റലുകളുണ്ട്, എത്രയോ എത്രയോ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ എല്ലാം ഒരു ഇൻഷുറൻസിന്റെ സ്കീമിൽ കൂടി ആയിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു മനുഷ്യന് ആ ഹോസ്പിറ്റലിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നതും ഒക്കെ ഈ ഇൻഷുറൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, ഈ ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതേ കമ്പനികൾ തന്നെയാണ്. അവർ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള സാധനങ്ങളുണ്ട്. അതായത് ഇപ്പൊ ബാജാജ് അലയൻസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ വൻകിട കമ്പനികളുടെ ഇൻഷുറൻസ് സ്കീമുകളും ഇൻഷുറൻസും ആയിരിക്കും ഇനി നിലവിൽ വരിക. അപ്പോൾ ഇൻഷുറൻസും അവരുടെയാണ്, ഹോസ്പിറ്റലും അവരുടെയാണ്. ഇനി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പൊ ഇനി എന്റെ ലൈഫ് സെറ്റ് ആണെന്നുള്ളത്. ഇതിന് ഒരു അമേരിക്കയിൽ നടന്ന ഒരു കഥ പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, അവിടെ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് വളരെ റെയർ ആയിട്ട് വരാവുന്നതും വളരെ എക്സ്പെൻസീവ് ആയിട്ടും ഉള്ള ഒരു അസുഖമാണുള്ളത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ റേറ്റ് ആണ്. അയാള് അവിടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വളരെ വൻ തോതിലുള്ള എക്സ്പെൻസ് വരും. അപ്പൊ അങ്ങനെ ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അയാള് ഒരാഴ്ചക്കകം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് കൊടുക്കേണ്ടതും ഇതേ കമ്പനിയാണ്, ഈ ഇൻഷുറൻസിന്റെ ഹോസ്പിറ്റലുകൾ നടക്കുന്നതും സെയിം കമ്പനിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇൻഷുറൻസിന്റെ സാധനങ്ങളൊക്കെ അവർ വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം പൈസ അവരുടെ അടുത്ത് ചെലവാകും അല്ലേ. അതുകൊണ്ട് ആ ഒരു പേഷ്യന്റിനെ കൊന്നു കളഞ്ഞു എന്നുള്ളൊരു ന്യൂസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ കേരളവും മാറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നതൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഓൾറെഡി ഇവിടെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഈ വൻകിട കുത്തകളുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെയോ നമ്മൾ ആശ്രയിക്കാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ അവരുടെ മോശമായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ കടം വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടും ഇല്ല എന്തെങ്കിലും ഗോൾഡ് അങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് ഇപ്പോ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവിടെ നിന്നും ആ ലെവല് കുറെ കൂടി വിട്ടുപോകും. അപ്പൊ നമ്മള് ആരോഗ്യ ഇൻഷുറൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. പിന്നെ നമ്മുടെ ഈ എന്തിനും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലുകൾക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിൽ നമുക്ക് കുറച്ച് ഒന്ന് റിവൈവ് ചെയ്യാൻ പറ്റാമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഉള്ള സാധാരണ ഹോസ്പിറ്റലുകളെ കുറച്ചും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ വൻ കടക്കണികളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. ഇത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ഈ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.